മേടിക്കാൻ വേണ്ടി തന്ന സാധനമാണ്. 8 ലക്ഷത്തിന് സൂപ്പർ സാധനം ഞാൻ പറഞ്ഞുതരാം. ചെയ്യാൻ പറ്റുമോ? വെറ്റല്ലേ കായം വെറ്റേ നീ മനസ്സിൽ കാണുന്ന സാധനം എനിക്കിവിടെ അറിയാം. നമുക്ക് വെറ്റുണ്ട്. കായ ഞാൻ പോകുമ്പോൾ ഞങ്ങൾ മേടിച്ചോണ്ട് വരാം. അത് വെച്ചാൽ മതി. തേക്കുമല്ലോ കഴിക്കുക അല്ല പെരട്ടും അവിടെ എവിടെയോ കഴിച്ചെന്ന് അറിയത്തില്ലോ. ആ ശരിക്കും തേച്ച ഒരു കുഴപ്പമില്ല. ശ്യാമള എണ്ണ മേടിച്ചോ? ഇല്ല. പിന്നെ ഇത് എവിടെ നിർത്തി വെക്കുന്നത്? അതിനകത്ത് തന്നെ മറ്റേ കാച്ചി എണ്ണ നല്ലായിട്ട് തേച്ചോമേ. ശ്യാമളമ്മ ആദ്യമായിട്ടാണ് ഒരു മകളുടെ കൊച്ചുമാടെ തലയിൽ എണ്ണ തേക്കുന്നത്. അതാരാ പറഞ്ഞിട്ട് അകത്തോട്ട് കഴിക്കല്ല പെരട്ടോ കഴിക്കുകയും ചെയ്യാം. പെരട്ടണം. കായ എടുത്തിട്ട് മറ്റേ ഞാൻ കഴിക്കുന്നുണ്ട് എല്ലാ ദിവസവും. കായപ്പൊടിയല്ല അതിട്. കായപ്പൊടിയല്ലെന്ന്. കായപ്പൊടിയല്ല, കട്ടിക്കായം മേടിക്കണം. ശരിയാക്കാം. ഇവിടെ ചോറ് ഇരിപ്പുണ്ടായിരുന്നല്ലോ, എടുത്ത് കഴിക്കണമായിരുന്നു. ഒരു കാലത്തിനകത്ത് ലാസ്റ്റ് ഒരു സ്വാമിയോട് അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ സ്വാമിക്ക് മറ്റുള്ളവർ കൊണ്ട് ത്യാഗവും ചെയ്യാം. എടി ഇന്നലെ ചോറ് എല്ലാരും കലത്തിൽ നിന്ന് എടുത്ത് ശ്യാമളമ്മ ലാസ്റ്റാ കഴിക്കാൻ വരുന്നത്. അപ്പൊ ലാസ്റ്റ് ഉള്ള ചോറല്ലേ ഇരിക്കുള്ളൂ. അത് മെച്ചിലാണ് കഴിക്കല്ല. വൈകുന്നേരം കൂടെ അവർക്ക് ആഹാരം വെച്ച് കൊടുക്കും. തന്നെ ചൂടായി ഉണ്ടാക്കി കഴിക്കണം. അപ്പൊ ചോറ് വേണം നിർബന്ധമില്ലെന്നോ? എനിക്ക് ബിരിയാണി ആണെങ്കിലും കുഴപ്പമില്ല, ചോറ് വേണം നിർബന്ധമില്ല. രാവിലത്തെ പോലും അവൾ ശ്രീകുട്ടിയുടെ പിള്ളേരെ മലക്ക് പോയപ്പോ അവള് പറയാം, ഞാൻ രാവിലെ വൈകിട്ട് പോകണം. രാവിലത്തെ ആഹാരം പിള്ളേർക്ക് വൈകിട്ട് കൊടുക്കില്ല. സ്വാമിമാർക്ക് വൈകിട്ട് വേറെ ആഹാരം വഹിച്ചാ കൊടുക്കുന്നത്. അതറിയോ? രാവിലത്തെ ഇത്ര മണിക്കൂറാകുമ്പോ അത് പഴയനായി. ഞാൻ പോയി സാധനം മേടിച്ചു അതുപോലെ മേടിപ്പിക്കാം എന്നെ കൊണ്ട്. അറിയോ? പോയി മേടിച്ചോണ്ട് വന്നാ ചെല്ലേ. ശ്യാമളമ്മയ്ക്കുള്ള മാത്രം. ശ്യാമളമ്മയ്ക്കുള്ള മാത്രമൊന്നുമില്ല. ഞങ്ങളവിടെ മനുഷ്യരില്ല. ഇവിടെ നോക്കൂ. മറ്റേ ഇന്ന് മേടിക്കണ്ടേ? എല്ലാം മേടിക്കണം. എന്നാ സാധനം എന്നാ മേടിക്കാൻ? ഡ്രസ്സൊക്കെ ഇന്ന് മേടിക്കണമെന്ന് വെച്ചാൽ പറഞ്ഞായിരുന്നു. ഇന്ന് എത്രാം തീയതി ആണെന്നറിയോ? എത്ര തീയതി? 5. ആ കൊണ്ടുവന്ന ഡ്രസ്സ് കഴുകി ഇടണം. എല്ലാം പുതപ്പും എല്ലാം കഴുകി ഇട്ടിട്ട് വേണം അത് കൊണ്ടുപോകാനായിട്ട്. പിന്നെ അവനോട് എത്ര പറയാൻ പറഞ്ഞു. എത്ര 2 അങ്ങനെ ഇട്ടിട്ടുള്ളൂ. അതിന്റെ ആവശ്യമുള്ളൂ. പൂജയ്ക്ക് എത്രയാണെന്ന് അറിയത്തില്ലല്ലോ. എനിക്കറിയാം. പക്ഷെ അതിനകത്ത് ഡ്രസ്സൊന്നും ഉൾപ്പെടിയല്ല. ഇല്ല. തോൾസഞ്ചി ഉൾപ്പെടുവോ? ഇല്ല. ഉൾപ്പെടും. തോൾസഞ്ചിയും എല്ലാം അതിനകത്ത് ഉൾപ്പെടും. 2000-നകത്ത്. കേട്ടാണോ? മേടിക്കുന്നേ. അമ്മ ഡ്രസ്സ് മാത്രമേ അമ്മ മേടിക്കുന്നുള്ളൂ. വെള്ളം മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാം നിറച്ചിട്ടേക്കാം. രാവിലെ കുറച്ച് നേരം അഴിച്ചു വിടാം, അന്നേരം നോക്കാൻ സമയം കിട്ടത്തുള്ളൂ. പിന്നെ ഉള്ള സമയത്ത് നോക്കാൻ പറ്റത്തില്ല. ഇന്നും കപ്പളങ്ങ. ഈ പറമ്പിൽ എത്ര നല്ല വിറവുണ്ടായിരുന്നല്ലോ, അതെല്ലാം അവിടെ ഇട്ട് ചെറുക്ക് വെച്ചിട്ട് വെച്ച് പറമ്പിൽ ചെറുക്കിട്ടുണ്ടോ? അങ്ങനാണോ? അപ്പൊ പറയാ വെള്ളം എടുത്താന്ന്. വെളിയില് അപ്പുറത്തോട്ട് തേങ്ങ വീണിട്ടെ. പോരെ നമ്മളെ എടുത്തില്ലല്ലോ. ആ പ്ലാസ്റ്റിക് കൈ വെച്ചിട്ടുണ്ടോ? അല്ല, ആ ബാഗിനകത്തൊന്നും ഇല്ലേ? പുസ്തകം പതിന് കൊണ്ടുപോയില്ലേ?
10ാം ക്ലാസ് ആയതുകൊണ്ട് ഒന്നും പഠിക്കാനില്ലെന്ന് പറഞ്ഞത്. ഓ എന്നാത്തിന് അയ്യോ മഴ കുറേ കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് റൈഡിന് പോകാനും അങ്ങനെ ഭയങ്കര ഫാൻസ് ഉണ്ട് ഹിമാലയന്. പക്ഷെ ആ ബൈക്കാണ് പിന്നീട് അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെട്ട് ഇപ്പൊ ഈ ബൈക്കിന്റെ പേരിലാണ് റോയൽ എൻഫീൽഡ് പല നാട്ടിലും അറിയപ്പെടുന്നത്. പിന്നെ ഇതേപോലെ ടിവിയിലേക്ക് വരുമ്പോഴും ഇവര് ഭയങ്കരമായിട്ട് ആലോചിച്ച് ഇവര് സംസാരിച്ചപ്പോ അങ്ങനെ മാർക്കറ്റ് ഉണ്ട്. ഓടിയേ നിലവിൽ അങ്ങനെ രീതി സ്കൂട്ടേഴ്സ് ആണ് കൂടുതൽ നമ്മുടെ നാട്ടിൽ. അപ്പൊ അതുപോലെ ആവാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രമം നോക്കിയിരുന്നു കൊണ്ടുവരും. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഏതാ രീതിയെ കുറിച്ച് പറയാമല്ലോ. മറ്റേ മാരുതിന്റെ ഇവിയുടെ ഇത് വന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടോളാണോ? ആക്ച്വലി അതിന്റെ സർവീസ് സെന്റർ ഉള്ളത് ഓൾ ഓവർ ഇന്ത്യ. അപ്പൊ അവിടെ എല്ലാം നമുക്ക് ഒരു 50 kWh ഒക്കെ ചാർജിങ് സെറ്റപ്പ് കിട്ടും. 50 or 60 ആണ് കൃത്യമായി എനിക്കറിയില്ല. എന്തായാലും 2 ചാർജിങ് സെറ്റപ്പ് വീതം വരുന്നുണ്ട്. തരാടി പപ്പടം കൂടെ നോക്കാം. പപ്പടം വേണ്ട ചുട്ടെടുക്കും എണ്ണ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പപ്പടം ചുട്ടുന്നു. പിന്നെ ചെയ്യുമെന്ന് പറയാം അല്ലേ. മതി പപ്പടം ഒന്ന് അന്നത്തെ പപ്പടം പാല. അയ്യോ ഇത് കരിഞ്ഞു നോക്കണം. പപ്പടം കരിഞ്ഞു. അയ്യോ നീന്തയോ? കഴിച്ചു. അങ്ങനെയുണ്ട് ചുട്ടപ്പടം നീ ആദ്യം തിന്നുമല്ലേ? സൂപ്പർ മതി. ആമസോണിൽ നിന്ന് വിളിച്ചടി ഒരു ചേട്ടനെ ചോക്ലേറ്റൊക്കെ മേടിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട്. വരും. ചോറ് മൊത്തം ഉണ്ടോ കേട്ടോ. ഒരു ചേട്ടൻ നമ്മുടെ വീഡിയോ കാണുന്ന ചേട്ടനെ ചോക്ലേറ്റ് അയച്ചു വന്നിട്ടുണ്ട്. ആമസോണിൽ നിന്നാണ്. വരും. പാവയ്ക്കാത്തോരനും ചുട്ട പപ്പടവും നല്ല വിശന്നിരിക്കുന്നത്. സൂപ്പറാണ്. പാവയ്ക്കല്ല കപ്പളങ്ങ തോരനും പപ്പടം ചുട്ടു. എങ്ങനെ? ആ സൂപ്പർ. പാടിക്കോ. ഒച്ചപ്പാട് കേൾക്കത്തില്ല അങ്ങനെ പാടിയ. ഒച്ചപ്പാടേ ഞാൻ അവിടെ കഥ പറഞ്ഞോ. പാട്ട് നിർത്തി കഥ. ഞാൻ കേട്ടില്ല ശരിക്കും. സുഖായിട്ടിരിക്കുന്ന ഇവിടെ വീട്ടിലാക്കിയുണ്ട്. എന്റെ വീട്ടില് പപ്പയുണ്ട്, അമ്മ എന്താ ചെറിയ ചാച്ചമാറ്റുണ്ട്. ചാറ്റമഴയോ? വീഡിയോ എടുക്കും മഴയുടെ. ആ മഴയുടെ വീഡിയോ എടുക്കുക. പറഞ്ഞോ. എങ്ങനത്തെ മഴയാ ഇത്? ഇതെന്നാ മഴയാ? ചാറ്റമഴയാണോ? ആര്? ചോക്ലേറ്റ് തരുന്ന ചേട്ടനാ? ആ അത് വരുമായിരിക്കും. ആമസോണിൽ നിന്ന് വിളിച്ചായിരുന്നു വരാമെന്ന് പറഞ്ഞു. വരുമ്പം വണ്ടി വെച്ച് വരുന്ന ഒച്ച കേൾക്കാമല്ലോ. അപ്പോൾ പോയി മേടിക്കാൻ മതി. ഞാൻ പാട്ട് വെച്ചോട്ടെ?
ചോക്ലേറ്റ് വേണ്ടേ? ഷാമ്പുയുടെ ബർത്ത്ഡേ അല്ലേ ഇപ്പം? ഈ മാസം ഷാമ്പുയുടെ ബർത്ത്ഡേ. അപ്പോൾ ആദ്യത്തെ സമ്മാനം വരുന്നുണ്ട് നമ്മുടെ വീഡിയോ. എനിക്ക് കിട്ടും. കേക്ക് വരത്തില്ല, കേക്ക് ഇപ്പോഴല്ലല്ലോ, സമയമുണ്ടല്ലോ. ആദ്യത്തെ ഇതുണ്ട്, മരുന്ന് കഴിച്ചിട്ട് മുഖത്തൊക്കെ മഞ്ഞ നിറമായി. മഞ്ഞളും കൂടെ ഉണ്ടായിരുന്നു. അത് മഞ്ഞളും കുറച്ച് സാധനം എല്ലാം കൂടെ കൂട്ടി അരച്ച് കഴിച്ചു. ബർത്ത്ഡേക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് ഡിസംബറിലാണ് ബർത്ത്ഡേ. ഡിസംബറിൽ പക്ഷേ തുടങ്ങിയതേ ഉള്ളൂ. നമുക്ക് ചോക്ലേറ്റ് വരുന്നുണ്ട്. വരും വരും. ഇന്നൊന്നുമല്ല, 22. നാരായണൊന്നും വരാൻ സമയമില്ല. ജയ പോലും വന്നില്ല. പറ എന്നാ ബർത്ത്ഡേ? ചേച്ചി സ്കൂളിൽ പോയി മതിയോ? വന്ന് ആമസോൺ ശാമ്പുവിക്കും നാരായണിക്കും ഒക്കെ ആയിട്ട് വന്ന്. ചോക്ലേറ്റ് അല്ലേ ഇത്? പൊട്ടിക്കാം. നീ പൊട്ടിക്കോ? നീ എങ്ങനെ പൊട്ടിക്കാനാ അത്? ലൈറ്റ് ഇട്. ഓക്കെ ഗൂഗിൾ, ലൈറ്റ് ഓൺ. നീ അപ്പം പൊട്ടിച്ചു തരാം. പൊട്ടിച്ചു തരാടി ശുണ്ട്രി. കണ്ടോ കണ്ടോ, സുന്ദരിക്ക് ഗിഫ്റ്റ് കിട്ടി. ഗിഫ്റ്റ് കിട്ടി. ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. തുറന്നേ എന്താ ആണോ? ഞാൻ കഴിക്കുന്ന പിന്നെ നീ കഴിക്കൂലേ? കണ്ടോ, രണ്ട് ചോക്ലേറ്റും ഉണ്ട്. ചോക്ലേറ്റ് അല്ലേ? ചോക്ലേറ്റ് ഉണ്ട്. പിസ്ത. ശിവകാർത്തികൻ. അതാരാ ശിവകാർത്തികൻ? എന്റെ പറഞ്ഞാണോ? ചെറിന്റെ പേന നട്സ് എന്ന് പറഞ്ഞ ചോക്ലേറ്റ് അല്ല. ചോക്ലേറ്റ് വിളിച്ചില്ലേ? ചോക്ലേറ്റ് ഞങ്ങൾക്ക് എന്നെ തരില്ലോ. ചോക്ലേറ്റ് വരുമെന്ന് പറഞ്ഞില്ലേ? ഉറങ്ങിയപ്പോ പറഞ്ഞില്ലേ ശാമ്പയ്ക്ക് ചോക്ലേറ്റ് വരുമെന്ന്? അങ്ങനെ പറഞ്ഞ, പക്ഷെ ഇത് ചോക്ലേറ്റ് അല്ലല്ലോ. ഇത് ചോക്ലേറ്റ് അവിടെ. ചോക്ലേറ്റ് ഇല്ലേ? ചോക്ലേറ്റ് ആണ് നിനക്ക് അധികം തിന്നത്തില്ലല്ലോ. ഇതാകുമ്പോ തിന്ന. ചോക്ലേറ്റ് മേടിച്ചില്ലേ? നട്സ് മുന്തിരി ചോട്ടെ. നട്സ് അല്ല, പിസ്ത. അവിടെ ഇല്ല.
നേരെ പിടി ഇങ്ങനെ. അയ്യോ വരുന്നില്ല. എല്ലാവരും അടി കാണിക്കുന്നു. മണ്ണ് എടുക്കണോ? എടുക്കാം. വേണ്ട, ഞാൻ എടുത്തോളാം. ഇത് സിജുന്റെ ഒന്നുമില്ല. എന്നാന്നില്ല ഇഷ്ടാ. പിസ്തായോ? ആ. അപ്പൊ ഇഷ്ടം അവിടെ. നിക്ക, ഞാൻ എടുത്തോണ്ട് വരണ്ടേ? ആ എന്നാ പിന്നെ ഞങ്ങള് അമ്മ ഞാൻ എടുത്തോളാം. അവിടെ വെക്ക്. ഞാൻ ചേട്ടാടെ കഷ്ടപ്പാടൊന്ന് ജനങ്ങളെ ഒന്ന് കാട്ടി കൊടുക്കട്ടെ. ഇതുമേ വലയുടെ അവിടെ നിന്നിടം വരെ എൻ്റെ ചേട്ടാ എന്ത് കഷ്ടപ്പെടുന്നു. കൊച്ചു കൊണ്ടിരുന്നുണ്ടോ എൻ്റെ പൊന്ന്, എൻ്റെ പൊന്നുമ്മ കഷ്ടപ്പെടുന്നു. ബാലവേല. മതി എൻ്റെ പൊന്നെ അവിടെ വെച്ചേക്ക്. ക്ഷാളമെന്തി നോക്കി എൻ്റെ അമ്മയെ കൊണ്ട് അത്രയൊക്കെ ചോദിപ്പിക്കുന്നേ. എന്നിട്ട് ഇവിടെ കിടന്ന് കരയിനി. അവിടെ വേനെടുക്കുന്നു, ഇവിടെ വേനെടുക്കുന്നു പറഞ്ഞു. നീ അയ്യോ അവിടെ വെച്ചേ, ഞാൻ എടുത്തോളാം. എവിടെ വരെ? ആ ഓട്ടോ നിങ്ങളുടെ തല വെച്ചോണ്ടോ വന്നേ? ഓട്ടോ വരെ തല വെച്ചോണ്ടോ? രണ്ട് അമ്മയും മോളും കൂടെ വന്നേ. സിജുവിന്റെ ചേട്ടച്ചാ സിജു ചേട്ടനാണെന്ന് പറഞ്ഞേ. മോനോ സിജുവിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞോ? ഞാൻ അറിഞ്ഞില്ല. നമ്മൾ അറിഞ്ഞില്ലല്ലോ ഓടി. ഓഫേ മതിയോ? ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ. ഓട്ടോ കിട്ടിയില്ല. ഓട്ടോക്ക് ഇനിയും പോണം. 10-ാം തീയതി ഒരു കടലും വന്നിട്ടില്ല. കാണത്തില്ല ഇരുട്ടാ. കൊടുത്താ അവളെ പിന്നെ ചോദിച്ചോണ്ടിരിക്കുക. നാരായണി വരുമ്പോ തീരുമിക്കാറും. അതവിടെ വെക്ക, എടുക്കണ്ട. അതൊക്കെ പിന്നെ എടുക്കാനോ? എനിക്ക് ഇങ്ങനെ തന്നെ കാണണം. അതിനകത്ത് വന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ തന്നെ കാണണം. പിന്നെ അത്ര അല്ലല്ലോ ഉള്ളത്. അത്രേ ഉള്ളൂ. ഈ കൊച്ചിനോട് പറയാതെ പൊക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ തന്നെ ഞാൻ കാണണം. വീഡിയോ എടുത്തിട്ടുണ്ട് ഓപ്പണിങ്. ഇത് ഒന്ന് മാത്രം രസമുണ്ട്. അയ്യോ അപ്പത്താ. ഇപ്പൊ കൊറേ ആയി കേട്ടോ. നാരായണി വരുമ്പോ തീരും കേട്ടോ. നാരായണിയോ? ഇനിയും കൊടുക്കണോടി മോനെ. ഏത് അത് മതി. നാനിക്ക് വേണ്ടേ? അപ്പൊ മുന്തിയപ്പോ എനിക്കിഷ്ടം മുന്തി. പൊട്ടിച്ചു തരാൻ പറ. ഞാൻ ജയോട് പൊട്ടിച്ചു തരാൻ പറ. സിജുവിന്റെ ചേട്ടച്ചാരാന്ന് പറഞ്ഞു. ചേട്ടനല്ലേ നീ? ഏത് സുജുവിന്റെ? നമ്മുടെ മണിയമ്പലത്തിൽ സിജുവില്ലേ? ആണോ? ഇവരെ ആ കല്യാണം കഴിച്ചപ്പോൾ ഒരു കൊച്ചു. സിജുവിന് പിന്നെ അവൻ കല്യാണം കഴിക്കത്തില്ലേ? ഇല്ലെന്നല്ലേ പറഞ്ഞത്? കല്യാണം കഴിക്കുന്നില്ലാന്നല്ലേ പുള്ളി? ഓ പുള്ളിക്ക് ജോലിയൊക്കെ ഇല്ലേ? ദേവസ്വം ബോർഡില്ല. സിജുനോ? അത് എത്രയാണ്? അതിനാണ് പാട്ട് വെച്ചേ. ചേട്ടാ അണ്ണാനോ കൂണം പൊക്കി നോക്ക്. ചേട്ടാ മ്യാവൂന്ന് കേൾക്കും. കിളിയാടി. കിളിയാണോ? പൊക്കി വെക്കാനോ? പൊക്കി നോക്കാൻ കൂണ. അതേ പിടി കിട്ടും. എന്നാ ചിപ്പിക്കൂണെന്നാ ഞാൻ പറഞ്ഞേ. നമ്മള് മറ്റേ കിട്ടുന്നൊരു കൂണിന്റെ രുചിയൊന്നും അരിക്കൂണ്. അതിന്റെ രുചിയൊന്നുമില്ല. അതിന്റെ നാലിലൊന്ന് 2 കിലോ ചക്കരി ഉള്ളൂ. ഈ കുത്തി ഇല്ലെങ്കിലോ ഈ പന്നിക്കുറമ്പ് കയറി അവിടെ ഉറുമ്പിനുള്ളത് മരുന്നുണ്ടെങ്കിൽ എവിടെ സാധനം ഇട്ടാൽ മതിയായിരുന്നു. അതൊക്കെ അവിടെ അതെ ആ പൈകെ പോകുമ്പോ ആ പിന്നെ ഇവിടെ ഒരു മരുന്ന് പിടിക്കുക. ആ കോഴിനെ നച്ചു ഇങ്ങോട്ട് കോഴി കോഴി ഇന്നത്തെ സല്ലികൾ പിന്നെ ഇതൊന്നുമില്ല. ഈ പോവാ അങ്ങനത്തെ മരുന്നൊന്നും ഒരു മരുന്ന് ഇവിടെ അടിക്കത്തില്ല. നീ അടിക്കണ്ട. മരുന്നൊക്കെ അടിക്കണം. പ്രഭീമോന്റെ വീട്ടിൽ പോയി അടിക്കണം.
അതൊക്കെ ഞാൻ ചെയ്യും. ഈ മാല ഇട്ടോണ്ട് കാണിക്കാൻ പരിപാടി ഉണ്ടോ? നീ രാവിലെ പേന കൊല്ലിച്ച, ഇപ്പൊ ഉറുമ്പിനെ കൊല്ലണം, ഇനി എന്നത്തിനേക്കാ കൊല്ലണ്ടേ? എന്നെ കൂടെ കൊല്ല്. അത് മിക്കവാറും അതിന് മുന്നേ നടക്കുമെന്ന് തോന്നുന്നുണ്ട്. മഹിഷിയെ കൊന്നില്ലേ അയ്യപ്പൻ? കഴിയല്ലെങ്കിൽ എത്ര ദിവസം ഞാൻ നോക്കിയിരുന്നത്. നീ ഒരുപാട് ഞാൻ കൊച്ചിന്റെ പോലും ഞാൻ കൊല്ലാനോ? അല്ല നിനക്കും കൊല്ലത്തില്ല. കൊച്ചിന്റെ ആള് ഞാൻ നോക്കാതിരുന്നത് തന്നെയാ. ഇപ്പൊ എങ്ങനെയാ കേട്ടോ? എന്റെ തലയിൽ അങ്ങനെ ആരുടെ തലയിലാണെങ്കിലും കൊന്നു കഴിഞ്ഞാൽ കൊല്ലുന്നത് തന്നെ, കൊലപാതകം തന്നെ, കൊല്ലാൻ പാടില്ല. ഓമ്പ്ര കൊള്ളിയല്ലാത്ത ശത്രുക്കളെ കൊല്ലാൻ വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നാളെ തൊട്ട് രാവിലെ ഒന്നും അമ്പലത്തിൽ പോകണം. ഇന്ന് ഞങ്ങള് പോയല്ലോ. ഇന്ന് പോയത് നാളെ തൊട്ട് എല്ലാ ദിവസവും മലയ്ക്ക് പോകുന്ന ദിവസം വരെ എല്ലാ ദിവസവും പോകണം. ചെറുക്കനെ ഞാൻ ചെയ്യും. ഇന്ന് തന്നെ മറ്റേ അയ്യല്ലത്തിനോട് ഇത് അല്ല തിരുമേനോട് പൂജ ചെയ്യുന്നുണ്ട്. ആയില്യത്തിന്റെ അവിടെ അല്ലേ ചെയ്തു? ആയിരത്തിന്റെ അവിടെ പൂജ ചെയ്തത്. ഞാൻ ചെല്ലുമ്പോ അവിടെ പൂജ ചെയ്തോണ്ടിരിക്കുക. അവിടെ ഒരു പാൽപ്പായസം നടന്നാൽ അവിടെ ചെയ്യൂല്ലോ, അപ്പൊ തന്നെ ചെയ്യും. എവിടെ? മൈ ഡിയർ മച്ചാ, മനസ്സ് വെച്ചാ. ഓയ് ഈ വർഷം വല്ല ആണോ പോകുന്നത്? എന്നതാ അത്? പോണെന്ന് വെച്ചിരുന്ന അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒന്നും അല്ല, ഈ ചുരിദാർ മാറ്റി കഴുകണം. എന്നാ തള്ളിച്ച് നുണയാണോ ഈ മാല ഇട്ടോട്ടെ? അമ്മ രാവിലത്തെ ബസ് എപ്പോഴാ? 7 മണിയാകുമ്പോ ബസ് ഉണ്ടെന്ന്. 7 മുമ്പ് നിന്നോട് ഇവിടേക്കുള്ള ബസ്സിന് ചോദിക്കണമെന്ന് ചോദിച്ചോ? പാഞ്ചാലിമേട് മോള് ഒരു കൂട്ടമില്ല. വിളിക്കുന്നു ബസ്സിന് പോകും. എന്നിട്ട് തിരിച്ചോ? ഞങ്ങള് പോകുമ്പോ നിങ്ങളവിടെ കൊണ്ടുപോകത്തില്ല, നിങ്ങളല്ലാതെ നമ്മള് ഫാമിലി ട്രിപ്പായിട്ട് കൊണ്ടുപോകത്തുള്ളൂ. പിന്നെ ശാംഭവിയെ സംബന്ധിച്ച് അവള് പാഞ്ചാലിമേട് മൊത്തം കറങ്ങിയതാ അല്ലേടി? അമ്മ ബസ്സിൽ പൊക്കോ. പിന്നെ സുധിമാമന്റെ കാറയല്ല, സുധിമാമൻ വരട്ടെ, എന്നിട്ട് ഡീസൽ അടിച്ചു കൊടുക്കുവാണെങ്കിൽ സുധിമാമൻ. സുധിമാമൻ പറ്റ നമുക്ക് ഡീസൽ അടിച്ചു പോകാടി. അതെ, സുധിമാമൻ വരുമ്പോഴേ സുധിമാമന്റെ കാറല്ലേ എവിടെയാ പോകണ്ടെന്നറിയോ? ഹോസ്പിറ്റലിൽ പോകണ്ടേ നമുക്ക്? എന്നായിരുന്നു? തൃക്കാക്കരയോ തെക്കേക്കര എന്തോ ഹോസ്പിറ്റലോ അവിടെ കൊണ്ടുപോവാം സുധിമാമന്റെ കാറയില്. അത് അവിടെ സുധി വരുമ്പോ സുധിയും കൊണ്ടേ ഇവിടെ തിരുനക്കര അമ്പലത്തിന്റെ പ്രാപ്തിയോ ദീപ്തിയോ? പ്രാപ്തി. ദീപ്തി ഡോക്ടറെ വരാം. പ്രാപ്തി ചൈൽഡ് എന്നാ സെന്റർ? എന്താ സെന്റർ? നമ്മളെ ഒന്നുമില്ല, ഒരു ഹിന്ദുവാണ്. ഈ തൃശ്ശൂർ പൂരം നടക്കുന്ന അമ്പലം ഏതാന്നാലും പറ. മഹാദേവന്റെ ഏതമ്പലം? നമ്മള് പോകുന്ന സ്ഥലം അറിയാം അമ്മ? ശബരിമല അറിയാലോ. അതിന് അതറിയാം. അയ്യോ, നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന അമ്പലം ഏതെന്ന് അറിയാതിരിക്കുന്നത് നമ്മളൊരു ഹിന്ദുവാണ്. ഏത് ഒരു പടം എടുത്താലും മിക്കപ്പോഴും തന്നെ ആ ഒരു അമ്പലം കാണിക്കാതിരിക്കത്തില്ല. അമ്പലം അറിയാം. എന്നാ ഏത് അമ്പലമാ? എന്ത് ക്ഷേത്രം എന്ന് പറഞ്ഞേ? തൃശ്ശൂർ ദിക്ക് വെച്ച് പറയുന്നൊരു പേരുണ്ട്. ദിക്ക് വെച്ച് കേട്ടോ. അമ്മ ആലോചിച്ചറിയോ? കിഴക്കുന്നാഥൻ, പടിഞ്ഞാറന്നാഥൻ, തെക്കുന്നാഥൻ, വടക്കുന്നാഥൻ. വടക്കുന്നാഥ ക്ഷേത്രമാണ് മഹാദേവന്റെ. അവിടെ അറിയാവോ? അവിടെയാണ് നമ്മൾ പൂരം നടക്കുന്നത്. നമ്മളതിന്റെ ഫ്രണ്ടിൽ വന്ന് ഇന്നായിരുന്നല്ലോ, പക്ഷെ ഇതുവരെ പോയിട്ടില്ല. അവിടെ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പാശുണ്ടായി പിന്നെ എനിക്ക് ഞാൻ പോത്തില്ലേ. 2 തലയുള്ള 2 തലയല്ല. പിന്നല്ലാതെ നീ വായിട്ട് പോ, ഞാൻ ചേട്ടാ ഇല്ലാതെ എവിടെയെങ്കിലും പോവോ? ഇപ്പത്തെ സാമ്പത്തികം വെച്ചോടനെ ഓടിക്കോടി എന്ന് പറയാനുള്ള ഇതില്ല. അങ്ങനെ കാശുള്ള അപ്പന് ജനിച്ചതായ കൊണ്ട് എനിക്ക് കാശുണ്ട്. എന്ത് ഒരു വിഷയമില്ല.
വടക്കും നാദ സർവം നടക്കും നാദ. രണ്ട് തലയുള്ള അതിനെ ഇരട്ടത്തലച്ചിയോ? എനിക്ക് വിശപ്പൊന്നുമില്ല. അമ്മ കഴിക്കാഞ്ഞിട്ടോ വിശക്കുന്നേ. എന്നൊക്കെ പൊടി കേട്ടോ. അത് ഇച്ചിരി കയറ്റി വെക്കണം. അത് വാങ്ങുമ്പോഴേ അത് ഇട്ടാൽ മതി. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകം ഇത്ര ഇട്ടില്ലേ? അതും കൊണ്ടാണോ ആ സാധനം? ഇതിന് വേറെ തടിത്തവി ഉണ്ടല്ലോ. ഇത് പോരെ കേട്ടോ. എന്താ പറഞ്ഞേ? ഉപ്പിട്ടോ? പപ്പടം ജയിക്ക ശ്യാമളക്കില്ല. ശ്യാമളക്ക് മുളക് പൊട്ടിച്ച് താഴെ എങ്ങനെ പോയേ? പെട്ടെന്ന് അരച്ചു. അവിടെ വെള്ളം പറ്റാറായി. കഴുകി ഇറക്കാം. ആര് കഴിക്കുന്നു? ഇതന്നെ തിന്നിട്ട് ഇവിടെ കൊണ്ട് വെച്ചേക്കണം. ഇതൊക്കെ കൊണ്ട് മാറ്റി വെക്കാൻ അറിയത്തില്ല. ഇട്ടിട്ട് അരയ്ക്കാൻ പറ്റുള്ളൂ. ഒത്തിരി ഭാഗമായിട്ടിട്ട് അരയ്ക്കാൻ പറ്റുന്ന അറിയുന്നില്ല. ഒരു തവണ പാടുള്ളൂ. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ബാക്കി ശാമ്പു ഉണ്ടാകാൻ പഠിക്കണേ. അതിൽ പ്രത്യേകിച്ചും മണ്ഡലവ്രതം എന്ന് പറയുന്നത് ദിവസത്തെ പ്രധാനുഷ്ഠാന ശബരിമല തീർത്ഥാടനത്തിനുള്ള 1 മുതൽ 40 ഒരു മണ്ഡലകാലമാണ് വ്രതമായിട്ട് ആചരിക്കുന്നത്. ചുണ്ടത്ത് ശരണമന്ത്രവുമായി തരാൻ വേണ്ടിയാണോ? തരത്തില്ല. അല്ല, അപ്പൊ സുന്ദരിയൊന്നുമല്ല. കുളിച്ചു. മനസ്സും ശരീരവും കാത്തു കുളിച്ചു. കല്ലേലും മനെ മാറിക്കടാ. ആ എടാ കണ്ടതല്ലേ ഉള്ളു നീ. നാളത്തെയും കൂടെ വെക്കുവാണെങ്കിൽ 2 ദിവസം കൊണ്ട് നല്ല വാരി പൊത്തായിരുന്നു. അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് അതിനകത്ത് അല്ലേ? സൂപ്പറോ? എന്നാ കറിയാ അത്? എന്ത് കറിയാന്ന് കൂടെ പറ. കൂൺ സൂപ്പറാണോ? സ്വന്തം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇങ്ങനെ വെച്ചോണ്ട് പോകുന്നത്. ഹിറ്റ്ലറിനകത്ത് മറ്റേ ജഗതി വെക്കുന്ന പോലെ, ജഗദീഷ് വെക്കുന്ന പോലെ തല വിട്ടിക്കളഞ്ഞു ഇവനിങ്ങനെ. സൂപ്പറാന്ന് ചേട്ടാ. അപൂർവം അജലാരോഹ ദിവ്യദർശന കാരണ ശാസ്ത്രീയ മുദ്രാത്മകാദി പോവാണോ?
ചാച്ചിക്കവല. വേണ്ടേ ഞാൻ എടുക്കുമല്ലേ? തിരുമൊക്കെ ഉണ്ടോ? എന്തെങ്കിലും ചേട്ടനെല്ലാം തടിച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. എട്ടുകാലി ആണെന്ന് തോന്നുന്നു, എന്താണെന്നറിയത്തില്ല. നല്ല സംശയങ്ങളുണ്ട്. എന്തായാലും മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. മരുന്നും കുടിച്ചു, പിന്നെ ദേഹത്ത് തേക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ ഇച്ചിരി കൂടിയ പോലെ. തക്കാളി സാധനം പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്നു. അല്ലാതെ തന്നെ ഇവിടെ ഉണ്ട്, മറ്റേ നമ്മുടെ കോപ്പാറ. അവിടെ അമ്പലത്തിൽ മറ്റേ ഇത് ഐവർ കളി കളിക്കുന്നു. ഞാനാകുമ്പോൾ അവിടെ മൊത്തം ചുറ്റി. നമുക്ക് ഇവിടെ സ്ഥലം പറഞ്ഞില്ലായിരുന്നോ? അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ വേറൊരു സ്ഥലം കൂടെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞു എന്തോന്നാ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മുണ്ടക്കയം ഡിവിഷൻ വ്യായാമ കേന്ദ്രം എന്ന് വെച്ചാൽ ഫ്രീ അല്ലേ? ഫ്രീ ആണ്. പോയി വ്യായാമം ചെയ്താലോ? അത് ഫ്രീ ആടിയത്. എന്നാ പിന്നെ വൈകുന്നേരം എന്നും വന്നിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് പോകാം. നല്ല ലൈറ്റായി ഈ സമയത്ത്. മല, പാലം, പുഴ. ബാങ്കിന്റെ കാര്യം പറഞ്ഞിട്ട് മനസ്സിൽ
അത് മറ്റേ ഫോൺ അന്നേരം ഒന്നുമല്ല, ഫോൺ കിട്ടിയപ്പോൾ തൊട്ട് തുടങ്ങി. ഫോൺ കിട്ടിയപ്പോൾ തുടങ്ങിയാ മുഖത്ത് കൂടുതലാണ്. ടൺ 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 ടൺ. ചെറുതായിട്ട് എത്രക്കാനോ വിലയാടാ? എത്ര കിലോയ്ക്ക് 67. പിടിക്കാൻ പോകുന്നത് നീന്തിന് ഇവിടെ ബാഗൊക്കെ മേടിച്ച് പിടിച്ചേക്കുന്നത് ആരുടെ? ഇവളുടെയോ? ഇപ്പോഴോ? അപ്പോൾ ഇവർക്ക് ഒരു 50 പൈസയൊക്കെ ആകുമ്പോൾ തന്നെ ആയിരിക്കും അവസ്ഥ. ഇവിടെ കണ്ണ് പരിശോധിച്ച് തിരുവല്ല ഡോക്ടർമാർ പറഞ്ഞു കണ്ണാടി വെക്കണമെന്ന്. നമുക്ക് കണ്ണില്ലേ? കാണത്തില്ലെന്നോ? അല്ല അറിയാമായിരുന്നു. എന്നും ഈ സമയത്ത് ഇവളല്ലേ വരുന്നേ? ആ എന്നാത്തിനാ ചെമ്പരത്തി? ആവി പിടിക്കാനോ? ചെമ്പരത്തി വെച്ചോ? എന്തോ പ്രശ്നമുണ്ടേ, ചാനൽ പോയി നടക്കുക. ശ്യാമള എന്തിനാടി കരയിപ്പിച്ചേ നിന്നെ? ശ്യാമള എന്തിനാ എന്നെ കരയിപ്പിച്ചേ? ഞുള്ളിയോ? എന്തിനാ ഞുള്ളിയോ? ആട്ടയോ? അപ്പോൾ കുഴപ്പമില്ല.